കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ വർഷവും നവംബർ മാസം തിരുസഭ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പ്രത്യേകമായി ഓർക്കുവാൻ വേണ്ടി മാറ്റിവച്ചിരിക്കുന്ന സമയമാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും കുറിച്ചാണ്. നമ്മളെല്ലാവരും ഈ ലോകത്തിൽ തീർത്ഥാടകരാണ്. നമ്മുടെ മരണത്തോടെ ഈ ലോകത്തിലെ നമ്മുടെ തീർത്ഥാടനം അവസാനിക്കുന്നു. അനാദിയിലെ പിതാവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗീയ ഭവനത്തിലേക്ക്, ആ നിത്യമായ നമ്മുടെ വാസസ്ഥലത്തേക്ക് യാത്രയാകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതിനായി നാം എന്തൊക്കെയാണ് കരുതി വയ്ക്കേണ്ടത്, അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഒരിക്കൽ കൂടി സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും മരണത്തെ അഭിമുഖീകരിക്കേണ്ട വ്യക്തികളാണ്. ജനിച്ച മരണം ഉറപ്പാണ്. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് ലേഖനം 4-ാം അധ്യായത്തിൽ 13-14 തിരുവചനങ്ങൾ നമ്മോട് മനോഹരമായിട്ട് മരണത്തെക്കുറിച്ചും മരണാന്ത ജീവിതത്തെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. ഈ ലോകത്തെ ജീവിതം അവസാനിക്കുന്നതോടൊപ്പം സൃഷ്ടാവിൻ്റെ പക്കലേക്ക് സൃഷ്ടിയായ എൻ്റെ ഒരു മടക്കയാത്ര ശരിക്കും ഒരു ആരംഭമാണ് ശരിക്കും മരണത്തെ നമ്മൾ സഭാപിതാക്കന്മാർ ശരിക്കും കാണുന്നത്. സെമിത്തേരി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉറങ്ങുന്ന സ്ഥലമെന്നാണ്. സെമിത്തേരിയിൽ നമ്മൾ കുരിശിൻ്റെ മുകളിലൊക്കെ കല്ലറ മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് RIP, റെസ്റ്റ് ഇൻ പീസ്, സമാധാനത്തോടെ വിശ്രമിക്കുക. നമ്മൾ ബാലികനെ ഉയർപ്പിക്കാൻ പോയപ്പോൾ യേശു പറയുന്നുണ്ട് അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. അപ്പോൾ യേശുവിൻ്റെ മനോഭാവത്തിൽ മരണമെന്ന് പറഞ്ഞാൽ ഉറക്കമാണ്. 1 തെസ്സലോനിക്കർ 4:14 യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോട് കൂടെ ഉയർപ്പിക്കും. നിദ്ര പ്രാപിച്ചവരെ യേശു മരണത്തെ ഉറക്കമെന്നും പൗലോസ്ലീഹ നിദ്ര എന്നുമാണ് ഉത്ബോധിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പക്കലേക്കുള്ള ശരിക്കും ഒരു തിരിച്ചുപോക്കെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ഉറപ്പായൊരു സത്യമാണ്. അത് ധനികനായിക്കോട്ടെ ദരിദ്രനായിക്കോട്ടെ, ഒരുപക്ഷെ ആരോഗ്യമുള്ളവനായിക്കോട്ടെ ആരോഗ്യമില്ലാത്തവനായിക്കോട്ടെ, ഈ ഒരു കാര്യം മരണമെന്നുള്ള സംഭവം ഉറപ്പാണ് അല്ലേ. പക്ഷെ അത് എപ്പോൾ വരും അത് തീരുമാനവും മനുഷ്യനെ കണക്കൂട്ടാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെയൊക്കെ ജീവിത രീതി അനുസരിച്ച്
ഈ മരണം ഇപ്പോഴൊന്നും എന്നെ സ്പർശിക്കില്ല എന്ന രീതിയില്ല. എന്ന് വെച്ചാൽ ഒത്തിരി വർഷത്തെ ഒരു 20 കൊല്ലം 15 കൊല്ലം മുന്നോട്ടുള്ള ഒരു ഭാവി കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവൻ ചിട്ടപ്പെടുത്തുന്നത്. ഇപ്പോൾ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം പറയുകയാണ്, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെ അത്രേ. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്ന് രൂപപ്പെടുമെന്നും ഈ ഭൂമിയിൽ നിന്ന് എന്ന് ഞാൻ എടുക്കപ്പെടുമെന്നും അറിയുന്ന ഒരേ ഒരു ദൈവം നസ്രായനായ യേശു ക്രിസ്തു, അവനാണ് നമ്മളെക്കുറിച്ച് പദ്ധതി എടുത്തത്. എന്ന് വെച്ചാൽ ഞാൻ എന്ന് ജനിക്കുമെന്നും ഞാൻ എന്ന് മരിക്കുമെന്നും. ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ, അത് ബന്ധുവായിക്കോട്ടെ ആരുമായിക്കോട്ടെ, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോഴൊക്കെ വിധി എഴുതും, ഇത് സ്വർഗത്തിൽ പോവും ഇന്നയാൾ. അപ്പോൾ സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും, ഈ 3 സ്ഥലം ഒരു മരിച്ച ഒരു ആത്മാവിന് വേണ്ടിയിട്ട് മാറ്റി വച്ചിരിക്കുക. ആര് എവിടെ പോകുമെന്ന് ഭൂമിയിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം കണ്ടുകൊണ്ട്, അവൻ്റെ ബാഹ്യമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം കണ്ടുകൊണ്ട് ഒരു വ്യക്തി സ്വർഗത്തിൽ പോകുന്നു അല്ലെങ്കിൽ നരകത്തിൽ പോകുന്നു ഒരാൾക്കും വിധിക്കാൻ സാധ്യമല്ല. കാരണം അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നമ്മളിൽ നിന്ന് മറഞ്ഞ് എത്രമാത്രം നന്മ ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മറഞ്ഞ് എത്രമാത്രം തിന്മ ചെയ്തിട്ടുണ്ടെന്നോ തമ്പുരാന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. സങ്കീർത്തനം 33:13 പറയുന്നത്, അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു, അവിടെ നിന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ളൊരു വാക്യമാണ് ജെറമ്യ 23:24, എൻ്റെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞ് ആർക്ക് ഏത് രഹസ്യ സംഗതി ഒളിക്കാൻ സാധിക്കും? ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നതിനാണ് ദൈവം. ഇന്ന ആൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലാണ് പോകുന്നത്, ഇന്ന ആൾ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലാണ്, അത് പറയാൻ പറ്റില്ല. എന്നത് പറഞ്ഞതുപോലെ ശുദ്ധീകരണ സ്ഥലം എന്ന സ്ഥലത്ത് എത്ര നാൾ കിടക്കുമെന്ന് പോലും നമുക്ക് വിധി എഴുതാൻ പറ്റില്ല. പലർക്കൊന്നും ശുദ്ധീകരണ സ്ഥലത്തിൽ വിശ്വാസമില്ല, അങ്ങനൊരു ഒരു സ്ഥലം ഇല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ശുദ്ധീകരണ സ്ഥലം എന്നത് സഭ പ്രഖ്യാപിച്ച ഒരു വിശ്വാസ സത്യമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവസാന ചില്ലി കാശ് വരെ കൊടുത്തു വീട്ടുവോളം ഓരോരുത്തരും നിത്യതയിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുകയില്ല. അപ്പം എന്താണ് ശുദ്ധീകരണ സ്ഥലം? ഇപ്പോൾ ഒരു വ്യക്തി അവൻ്റെ ജീവിതകാലത്ത് വിചാരത്താലോ വാക്കുകളാലോ പ്രവൃത്തിയാലോ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്ക് പൂർണ്ണമായ പ്രായശ്ചിത്തം ചെയ്യാൻ അവൻ്റെ മരണത്തിന് മുമ്പായിട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവൻ ഒരു നിശ്ചിത കാലത്തേക്ക് ശുചീകരണ സ്ഥലത്ത് വിശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCCയിലെ 1030-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യതയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ അപൂർണമായ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു സ്ഥലമാണ്, അതിനെയാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നത്. ശരിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രകാശനമാണത്. പൂർണ്ണമായ പരിശുദ്ധിയില്ലാതെ ഒരുവനും ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ദൈവമായിട്ടുള്ള ഒരു സൗഹൃദത്തിലും, അതായത് വരപ്രസാദപര ദൈവമായുള്ള കൂട്ടായ്മയിലും ജീവിച്ചിരുന്ന ഒരു വ്യക്തി, അതായത് കൂടെയുള്ള കുദാശകളുടെ സ്വീകരണവും പ്രാർത്ഥനാ ജീവിതവും ഒക്കെയായി ഒരു നല്ല ജീവിതം നയിച്ച ഒരു വ്യക്തി, അവനിലും ധാരാളം കുറവുകളുണ്ട്. അപ്പോൾ അവൻ മരിക്കുമ്പോഴും അവൻ പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെടുന്നതുവരെ ശുചീകരണ സ്ഥലത്തിൽ അവൻ ആ വേദനയിലൂടെ കടന്നു പോകുന്നു. ഇതേക്കുറിച്ച് സഭാപിതാക്കന്മാർ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ തോമസ് അക്വിനാസ് സഭയിലെ ഒരു സഭാ പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, ശുദ്ധീകരണ സ്ഥലത്തിലെ തീയുടെ സാന്ദ്രത നരകത്തിലെ തീയുടേതുപോലെ തന്നെ കഠിനമാണ്. അതുമായി ഏറ്റവും ചെറിയ ബന്ധം പുലർത്തിയാലുള്ള വേദന ഈ ലോകത്തിലെ മറ്റെല്ലാ വേദനകളെക്കാളും തുലനം ചെയ്യുമ്പോൾ അതിലൊക്കെ കാഠിന്യമേറിയാന്നുള്ളത്. അപ്പോൾ നമ്മളൊരു മനുഷ്യ ആയുസ്സിൽ നമ്മൾ ഈ ലോകത്ത് എന്തുമാത്രം വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ട്, അതിനോട് തുലനം ചെയ്യാൻ പറ്റത്തില്ല ശുചീകരണ സ്ഥലത്തിലെ ഒരു സെക്കൻഡിൽ ഒരാത്മാവ് അനുഭവിക്കുന്ന വേദന. അത്രയും വലിയൊരു വേദനയിലൂടെ ആ ആത്മാക്കൾ ഈ ശുദ്ധീകരണ പ്രക്രിയ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട്, സ്വർഗപ്രവേശനത്തിന് മുൻപായി എല്ലാ കുറ്റങ്ങളിൽ നിന്നും ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടണം. ഈ ലോകത്തിൽ അനുഭവിക്കാനോ
ഊഹിക്കാൻ പോലുമോ കഴിയാത്ത ഭയങ്കരമായ തീയിൽ വേദനിച്ച് ആത്മാവ് നിർമ്മലമാക്കപ്പെടണം. അഗ്നിയിൽ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന കിടക്കുന്ന ആത്മാക്കൾ അവർ വലിയ വേദനയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും അവർ സമാധാനം അനുഭവിക്കുന്നുണ്ട്. കാര്യം അവർ രക്ഷിക്കപ്പെട്ടവരാണ്. അവർ 100% സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ളവരാണ്. അപ്പോൾ ആ ഉറപ്പ് ഉള്ളത് കൊണ്ട് നാളെ എൻ്റെ ഈ ഒരു ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പോകും, എൻ്റെ തമ്പുരാനിൽ എനിക്ക് വിലയം പ്രാപിക്കാൻ പറ്റും എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് വളരെ സമാധാനം ഈ ആത്മാക്കൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെയല്ല നരകത്തിലെ ആത്മാക്കൾ, അവർക്ക് യാതൊരു പ്രത്യാശയില്ല. അവരുടെ ജീവിതം അതോടെ അവർ നിത്യമായ ആ അഗ്നിയിലേക്ക് എറിയപ്പെട്ടവരാണ്. ഇവിടെ ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന് ഈ ശുദ്ധീകരണ സ്ഥലം എന്ന യാഥാർത്ഥ്യമുണ്ടെന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം, വിശ്വസിക്കണം. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് സഭ നൽകുന്ന പ്രബോധനങ്ങൾ അത് ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഈ ജീവിതകാലത്ത് തന്നെ എൻ്റെ മരണശേഷം ഞാൻ എൻ്റെ ശുചീകരണ സ്ഥലത്തിൽ ഉള്ള അതിൻ്റെ ദൈർഘ്യം കുറയ്ക്കാനായിട്ടും അല്ലെങ്കിൽ പൂർണ്ണമായും അത് ഒഴിവാക്കാനായിട്ടും ദൈവമായ കർത്താവ് സഭയിലൂടെ നൽകുന്ന പല നല്ല കാര്യങ്ങളുണ്ട്. അത് സ്വീകരിക്കാൻ പ്രാവർത്തികമാക്കാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പഴയ നിയമകാലങ്ങളിൽ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് 2 മക്കബായർ 12-ാം അധ്യായം 45-ാം വചനം നമ്മോട് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. അപ്പോൾ പഴയ നിയമകാലം മുതൽ തന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട വിശ്വാസത്തെക്കുറിച്ച് ദൈവവചനവും സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സഭ ഈ ആത്മാക്കളെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, ദണ്ഡോപമാനത്തെക്കുറിച്ച് ലോകത്തോട് കൂടുതൽ പ്രബോധനങ്ങൾ കൊടുക്കാൻ കാരണം. ഒരാത്മാവ് മരിച്ച് ശുദ്ധീകരണത്തിൽ പ്രവേശിച്ചാൽ അവന് പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അവിടെ അവൻ നിസ്സഹായനാ. ഒരു വിശുദ്ധൻ പറഞ്ഞതുപോലെ ദൈവത്തിന് മുമ്പിൽ കൈ നീട്ടി കരഞ്ഞുകൊണ്ടിരിക്കും ശുദ്ധീനാത്മാക്കൾ. എൻ്റെ കർത്താവെ, ഞങ്ങൾക്ക് അങ്ങനെ പക്കലേക്ക് വരണം എന്ന് പറഞ്ഞ് ഇവർ ദാഹിച്ചിങ്ങനെ ശുദ്ധീകരണത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അവരെ സഹായിക്കുവാൻ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് സാധിക്കുമെന്നാണ് സഭ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. അതുമാത്രമല്ല, സഭ പറയുന്നത് മരിച്ചുപോയ ഒരാത്മാവ് സഭയെ കൂടെ അംഗമാണ്. ഇപ്പം ഞാൻ എൻ്റെ അപ്പനും അമ്മയും മരിച്ചുപോയി. എൻ്റെ അപ്പനും അമ്മയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. ഈ വഴിയോരങ്ങളിൽ കിടക്കുന്ന ഭിക്ഷാടകർ, അവർക്ക് ആരുമില്ല, അനാഥരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല ശരിക്കും പറഞ്ഞു ഈ ലോകത്ത്. അപ്പോൾ നമ്മളങ്ങനെ ചിന്തിച്ച് നോക്കി, അവർക്ക് വേണ്ടി ആരെ പ്രാർത്ഥിക്കുക? നമ്മൾ പറയാറുണ്ട്, ആത്മഹത്യ ചെയ്തവർക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ദൈവം കരുണാമയനാണ്. എല്ലാ വിധിയും കർത്താവിൻ്റെ കൈകളിലിരിക്കുന്നത്. ആര് സ്വർഗത്തിൽ പോവും, ആര് നരകത്തിൽ പോവും, ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യം. നമ്മുടെ കടമ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് വൈദികർ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പലരും കാണാറില്ല. തീർച്ചയായിട്ടും നമ്മുടെ കടമയാണത്. നമ്മുടെ ഇടവകയിൽപ്പെട്ടവരും ആരൊക്കെ മരിച്ചുപോയി. കാരണം വൈദികരുണ്ടെങ്കിലേ വിസുലവന അർപ്പിക്കാൻ പറ്റുള്ളൂ, വൈദികരുണ്ടെങ്കിലേ കുദാശ പരിക്രമം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മരിച്ചുപോയ എല്ലാ വൈദികർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വിശ്വാസ പ്രമാണം പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, പുണ്യാന്മാരുടെ ഐക്യത്തിലും ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് പുണ്യാന്മാരുടെ ഐക്യം? ശരിക്കും സഭയ്ക്ക് 3 തലങ്ങളുണ്ടെന്ന് പറയുന്നത്: വിജയസഭ, സഹനസഭ, സമരസഭ. വിജയസഭ നമുക്കറിയാം, ഈ ലോകത്ത് ജീവിച്ച് വിശുദ്ധിയോടെ ജീവിച്ച് സ്വർഗം സ്വന്തമാക്കിയ വിശുദ്ധരാണ് വിജയസഭയിൽ ഇരിക്കുന്നവർ. 2ാമത്തെ ഗൗണമാണ് സഹനസഭ, അവരാണ് ഈ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ. 3ാമത്തെ തലമാണ് സമരസഭ. സമരസഭ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാ? നന്മയും തിന്മയും തമ്മിൽ ഡെയിലി നമുക്ക് യുദ്ധമാണ്. നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിലെ ആത്മാവിൽ നന്മയും തിന്മയും. ഈ യുദ്ധം ശരിക്കും സമരം പോലെ തന്നെയാണ്. അപ്പോൾ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്, ഞാൻ എൻ്റെ മരിച്ചുപോയ എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പുണ്യാന്മാരുടെ ഐക്യമായ ഈ സഭയുടെ 3 തലങ്ങളും ഒരുമിക്കുക അവിടെ പ്രാർത്ഥനയിൽ. ഞാൻ എൻ്റെ അപ്പന് വേണ്ടി ഒരു കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണത്തിന് എല്ലാ ആത്മാക്കൾക്കും അതിൻ്റെ ഫലം ലഭിക്കുക. 1917 ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ 3 കുട്ടികളെ പഠിപ്പിച്ചൊരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. നമ്മളെല്ലാ ദിവസങ്ങളും ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യശേഷം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. ഓൻ ഈശോയെ, ഞങ്ങളെ പാപങ്ങൾ ക്ഷമിക്കണമേ, നിരാജ്ഞനെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്ട അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക്. ആ പ്രാർത്ഥനയിലൂടെ ശരിക്കും
ശുദ്ധി എന്നുള്ള ആത്മാക്കൾക്ക് രക്ഷ ലഭിക്കും, മോക്ഷം ലഭിക്കും എന്ന് പറയണേ. വേറെ പ്രാർത്ഥന വിശുദ്ധ ജത്രുവിലൂടെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനകൾ. ആ ഒരു പ്രാർത്ഥനയിൽ വിശുദ്ധ ജത്രുവിനെ പ്രവർത്തിച്ച മനോഹരമായ പ്രാർത്ഥനയിലൂടെ സഭ അല്ലെങ്കിൽ വിശുദ്ധ ജത്രു നമുക്ക് പറഞ്ഞു തരുന്നത്, ഒരൊറ്റ പ്രാവശ്യം ആ പ്രാർത്ഥന എത്തിക്കുമ്പോൾ 1000 ആത്മാക്കൾ ശുദ്ധിസ്ഥലത്ത് നിന്ന് മോക്ഷം ലഭിക്കുന്നു പറയുന്നത് ശരിക്കും. അതായത് ഈ ലോകത്ത് അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിലെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ എൻ്റെ കുടുംബത്തിൽ നിന്നും സഭയിൽ നിന്നും മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും രക്ഷിക്കണമെന്ന ആ ലഘുവായ ഒരു സിമ്പിൾ പ്രാർത്ഥനയിലൂടെ എത്രയോ ആത്മാക്കൾ രക്ഷ പ്രാപിക്കുന്നുള്ളതാണ്. അതിനോട് ആഡ് ചെയ്യാനുള്ളൊരു കാര്യമായി, നമ്മൾ ഈ ശുചീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമുക്ക് കിട്ടുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. കർത്താവ് നൽകിയ ചില വാഗ്ദാനങ്ങളുണ്ട്. ഒന്ന്, ശുചീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തി, അവൻ ശുചീകരണ സ്ഥലത്തിൽ കിടക്കുമ്പോൾ അതിൻ്റെ ദൈർഘ്യം വളരെ കുറയും. അതൊരു പ്രോമിസാണ്. 2, മറ്റൊന്ന്, ഈ ശുചീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പം അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ആ ആത്മാവ് നമ്മുടെ പ്രാർത്ഥന മൂലം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്നും നമ്മളോടൊരു നന്ദിയും സ്നേഹവും ആ വിശുദ്ധ ആത്മാവ് നമ്മളോട് കാണിക്കും. ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിലുണ്ട്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് വെളിപ്പെട്ട് കിട്ടിയ ഒരു കാര്യമാണ്. അദ്ദേഹം മരിച്ചു. അപ്പോൾ അദ്ദേഹം സ്വർഗത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ട് പോകാൻ ലക്ഷക്കണക്കിന് വിശുദ്ധാത്മാക്കൾ ഇങ്ങനെ ചുറ്റും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കർത്താവിനോട് ചോദിക്കുന്നത്, ഇത്രയും പേരെന്നെ സ്വീകരിക്കാൻ. അപ്പോൾ കർത്താവ് പറയുന്നു, നിൻ്റെ പ്രാർത്ഥന മൂലം രക്ഷിക്കപ്പെട്ട ആത്മാക്കളാണ് അവരെല്ലാവരും. അപ്പം ഈ ശുചീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മൂലം അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും വലിയൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അതിനോടൊന്ന് ആഡ് ചെയ്ത് പറയാം. കർത്താവ് തരുന്നൊരു വലിയൊരു ആനുകൂല്യം, ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ചില സഹനങ്ങൾ, അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന സഹനങ്ങൾ, അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. ഈ സഹനം എന്നിൽ നിന്ന് വിട്ടുപോകണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷേ ഈ സഹനം എന്തിനു വേണ്ടി തരുന്നു എന്നുള്ളത് അതിൻ്റെ പരിപൂർണത മനസ്സിലാക്കണം നമ്മൾ മരിച്ചതിന് ശേഷമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യ മനുഷ്യർ. അപ്പോൾ ഈ സഹനത്തിലൂടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുക ചെയ്യണം. പല തിന്മകൾ, ഒരുപക്ഷെ ആ പാപത്തിൻ്റെ കാഠിന്യം നമ്മൾക്ക് അറിയില്ലായിരിക്കാം. പക്ഷെ നമ്മളെ യഥാർത്ഥത്തിൽ ആഴമായിട്ട് കാണുന്ന ദൈവം, ആഴത്തിൽ സ്നേഹിക്കുന്ന ദൈവം, ഈ ശുദ്ധീകരണ സ്ഥലത്ത് നമ്മൾ കിടന്ന് അനുഭവിക്കേണ്ട ദിനങ്ങളെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ വെട്ടിച്ചുരുക്കുന്ന ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ കാരുണ്യ പ്രവൃത്തിയാണ് സഹനം. ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ഒരു സാധനമാണ് ഈ സഹനം എന്ന് പറയുന്നത്. സഹനം ജീവിതത്തിൽ ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിച്ചിരുന്നതാണ്. പക്ഷേ ഈ സഹനത്തിലൂടെയാണ് ഞാൻ എൻ്റെ ഈശോയെ ആത്മാർത്ഥമായിട്ട് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് ദാനധർമ്മവും. ദാനധർമ്മം ഒത്തിരി അനുഗ്രഹപ്രദമാണെന്ന് വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അത്രമാത്രം വിലമതിക്കുന്നു ദാനധർമ്മത്തെ. അപ്പം നമ്മളുടെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തിത്വങ്ങളും അത് തമ്പുരാൻ്റെ അറിവോടുകൂടിയാണ്. എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ സഹനങ്ങളും അത് ദൈവത്തിൻ്റെ അറിവോടുകൂടിയാണ്. അവൻ്റെ അറിവില്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അപ്പോൾ പതറിപ്പോകുന്നതും നിരാശപ്പെടുന്നതും വറ്റുവരണ്ട് വീണു പോകുന്നതുമായ ഒരുപാട് ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ ഈ ജീവിതത്തിൽ നിന്ന് കാണാത്തൊരു അപരിചിതനല്ല ആര്? നസറായനായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ആ ശുദ്ധീകരണാഗ്നിയിൽ കിടക്കാനായിട്ട് അവൻ എത്ര നാളും നീ കിടക്കണ്ട എന്ന് കരുതിക്കൊണ്ട് ഒരു ഇളവ് തരുന്ന ഒരു പ്രക്രിയയാണ് ഈ സഹന ജീവിതം ഈ ഭൂമിയിൽ. പക്ഷെ അതൊരിക്കലും മാറിപ്പോകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ഉദ്ബോധിപ്പിക്കുകയാണ്. ബ്രദർ, സഹനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധാത്മാക്കൾ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പ്രാസമ്മ പറയാറുണ്ട്. വേദന വരുമ്പോൾ, രോഗം വരുമ്പോൾ ഈ വേദന ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കാനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. അൽഫോൻസമ്മ അവരുടെ ചരിത്രം വായിക്കുമ്പോൾ അറിയാം, എൻ്റെ ഈ കഠിനമായ വേദന ഇന്ന് ഈശോയെ ഒത്തിരി ആത്മാക്കളെ ശുദ്ധീകരണത്തിൽ നിന്ന് ഒന്ന് മോക്ഷം പ്രാപിച്ച് സ്വർഗപ്രാപ്തിയിൽ എത്തിക്കണമേ. തീർച്ചയായിട്ടും നമ്മുടെ സഹനങ്ങളും പുണ്യമാക്കാൻ പറ്റുന്നുള്ളതാണ്. എനിക്ക് ഈ സ്വർഗപ്രാപ്തി ലഭിക്കുവാൻ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ഒരു സഭ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു മനോഹരമായ ആത്മീയ സമ്പത്താണ് വിശുദ്ധ കുർബാന. സോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6:54 യോഹന്നാസിനെ നമ്മൾ പറയുന്നുണ്ട്, യേശു പറയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാനവന് ഉയർപ്പിക്കും. ഓക്കെ,
വിശുദ്ധ കുർബാനയിലൂടെ മനോഹരമായിട്ട് യേശുക്രിസ്തു സൗജന്യമായിട്ട് നമുക്ക് ഒരിക്കലും ചിരിക്കുക നിത്യജീവനും അതോടൊപ്പം തന്നെ ഉയർപ്പിൻ്റെ മയ്യം നമുക്ക് ലഭിക്കുന്ന ഒരവസ്ഥ. അൽഫോൻസ് ലിഗോരി പറഞ്ഞൊരു കാര്യം ഓർത്ത് പോവുക. ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരുക്കത്തോടുകൂടി ഞാൻ അർപ്പിക്കുന്ന ഓരോ ദിവ്യബലികളും ഞാൻ മരണാനന്തരം എനിക്ക് വേണ്ടി അർപ്പിക്കുന്ന 1000 ദിവ്യബലിയേക്കാൾ ഫലദായകമാണെന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട വൈദികർ ദൈവബലി ആരംഭിക്കുമ്പോൾ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു പറയണേ. അവിടെ പിതാവുണ്ട്, അവിടെ പുത്രനുണ്ട്, അവിടെ പരിശുദ്ധാത്മാവുണ്ട്, സ്വർഗവൃന്ദ മാലാഖമാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്. അതുമാത്രമല്ല, ദേവാലയത്തിന് നടുവേ നമുക്കറിയാം ഒഴിച്ചിട്ട വഴികൾ. അതിൽ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ആ ദേവാലയത്തിന് ആൾത്താരെ ഇങ്ങനെ പുറകോട്ട് ഒഴിച്ചിട്ടിരിക്കുന്ന വഴികളിൽ മുഴുവൻ സുധീതന ആത്മാക്കൾ വന്ന് നമ്മുടെ മുന്നിൽ യാചിച്ച് നിൽക്കുക. അങ്ങനെ ഞങ്ങളെക്കൊണ്ട് പ്രാർത്ഥിക്കണമേ. അപ്പോൾ അവരുടെ സാന്നിധ്യം ഓരോ ദിവ്യബലിയിലും ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് ഒരു ദിവസം ഈ ലോകത്ത് ഏകദേശം 4 ലക്ഷം ദിവ്യബലി അർപ്പിക്കപ്പെടുന്നുണ്ട്. അതിലൂടെ എത്രയോ ആത്മാക്കൾ ശുദ്ധീകരണത്തിൽ മോക്ഷം പ്രാപിക്കുന്നു. പക്ഷേ നമ്മുടെ കടമ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എത്രയോ ഒരുക്കത്തോടെ വിശുദ്ധിയോടെ വിശുദ്ധ കുർബാനയിലൂടെ, കൂദാശകളിലൂടെ, ബ്രദർ പറഞ്ഞ പോലെ ദാനധർമ്മത്തിലൂടെ, അതുപോലെ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ എത്രയോ മക്കൾക്ക് മാത്രമല്ല നമുക്കും വിശുദ്ധീകരിക്കപ്പെടാനും പറ്റും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് തന്നെ നമുക്ക് സ്വർഗ്ഗപ്രാപ്തി ലഭിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ ജീവിതത്തെ സ്വർഗം ലക്ഷ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. ഈ അടുത്ത കാലത്ത് കണ്ട ഒരു വളരെ രസകരമായ ഒരു മെസ്സേജ്. ആ മെസ്സേജ് ഇങ്ങനെയാണ്: എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കളുടെ കാര്യം എന്താവും? നമ്മളെല്ലാവരും ചിന്തിക്കാറുള്ള എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കളുടെ കാര്യം എന്താവും? അപ്പോഴൊരു ചോദ്യം ഇതാണ്: നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിൻ്റെ കാര്യം എന്താവും? നമ്മൾ ശരിക്കും അതേക്കുറിച്ചൊന്നും ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ റോമ 8:1 നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. ഈ ലോകത്തായിരിക്കുമ്പോൾ എനിക്ക് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട ജീവിതം നയിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ശിക്ഷാവിധിക്ക് പാത്രമാവില്ല. അതാണ് നമ്മൾ കാണുന്നത് ഹെബ്രായർ 12:14. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ഒരാൾക്കും രക്ഷ പ്രാപിക്കാൻ പറ്റത്തില്ല. വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കാറ്. ദൈവം പരിശുദ്ധിയാണ്. അപ്പോൾ ആ ദൈവസന്നിധിയിൽ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് വിശുദ്ധി വേണം. അപ്പോൾ ഇവിടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ചു വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. എങ്ങനെ നമുക്ക് സമാധാനത്തിൽ വർത്തിക്കാൻ പറ്റുന്നത്? അനുരഞ്ജനപ്പെടുന്നതിലൂടെ. ദൈവത്തോട് ഞാൻ അനുരഞ്ജനപ്പെടണം, എന്നോട് തന്നെ ഞാൻ അനുരഞ്ജനപ്പെടണം, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ മക്കളോട്, എൻ്റെ സഹോദരങ്ങളോട്, എല്ലാവരോടും അനുരഞ്ജനപ്പെടുന്നതിലൂടെ ഞാൻ വിശുദ്ധിയിലേക്ക് അടുക്കണം. ഒപ്പം തന്നെ ശരീരത്തിൻ്റെ വിശുദ്ധി, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വിശുദ്ധി, അതും പരമപ്രധാനമാണ് സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട്. കാരണം ദൈവവചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റോമ 8:6 ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ നിത്യജീവനിലേക്കും. അപ്പം ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാവരോടും സമാധാനത്തിലായിരിക്കാൻ, അനുരഞ്ജനപ്പെടാൻ ബോധപൂർവമായ പരിശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഒപ്പം എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും പരിശുദ്ധി കാത്ത് സൂക്ഷിക്കാനായിട്ടുള്ള ബോധപൂർവകമായ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. എന്തിനു വേണ്ടിയാണ്? യേശുവിനോട് ഐക്യപ്പെട്ട ജീവിതം നയിക്കാൻ വേണ്ടിയും അങ്ങനെ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയും നമ്മൾ നയിക്കണം. പലരും നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഇതൊക്കെ വളരെ കഠിനമായ കാര്യങ്ങളാണ്, ഈ പ്രലോഭനങ്ങളെ നേരിടുന്നതും ഒക്കെ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിത ശൈലിയിലേക്ക് ഒരിക്കലും കർത്താവ് നമ്മളെ വിളിക്കത്തില്ല, അതിൽ ജീവിക്കാൻ ആവശ്യമായ കൃപ തരാതെ. അപ്പം ഞാൻ ശരീരത്തിൽ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാനുള്ള കൃപ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഞാൻ വിശുദ്ധമായ ഒരു കുടുംബജീവിതം നയിക്കണമെന്ന് ദൈവം അതിനുവേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നെങ്കിൽ ആ വിശുദ്ധമായ കുടുംബജീവിതം നയിക്കാൻ ആവശ്യമായ കൃപ വിവാഹം എന്ന കൂദാശയിലൂടെ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബോധപൂർവമായ ഒരു പരിശ്രമം, അങ്ങനെ ആ സൽപ്രവർത്തികളിലൂടെ നിത്യജീവനിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.
സങ്കീർത്തനം 139:13 പറയുന്നു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അങ്ങാണ് എന്നെ മെനഞ്ഞെടുത്തത്. അങ്ങ് എന്ന് പറയുമ്പോൾ ആരാ? എൻ്റെ സൃഷ്ടാവ് മെനഞ്ഞെടുത്തു. പരിശുദ്ധനിൽ പരിശുദ്ധനായവനാണ് എന്നെ മെനഞ്ഞെടുത്തതെങ്കിൽ ഈ പരിശുദ്ധിയോടെ വേണം പരിശുദ്ധനായിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തിപ്പെടാൻ. അപ്പോൾ ആ പരിശുദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് യത്നിക്കാം. നമ്മൾ ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ നമ്മൾ ദേവാലയത്തിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ബലിയർപ്പിച്ച് ഒരുമിച്ച് കൂട്ടായിട്ട് നിൽക്കുന്നത് പോലെ ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട്, ഒരുമിച്ച് നമ്മൾക്കായിരിക്കാനായിട്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ട് ഈ ചിന്തകൾ, ഇന്ന് ഈ ശുശ്രൂഷയിൽ ലഭിച്ച ബോധ്യങ്ങൾ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.